ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് കേട്ടോ. പാലക്കാട് കൊല്ലൻകോട് എന്ന് പറഞ്ഞ ഗ്രാമത്താണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്കൊരു കട കാണാം. ഇതാണ് വളരെ പ്രശസ്തമായ കൊല്ലങ്കോട്ടെ ഒരു ചായക്കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടം തൊട്ടാണ് കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങൾ, പാലക്കാടിൻ്റെ കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങൾ തുടങ്ങുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് ഫുള്ള് കാണാം എങ്ങനെയാണ് കൊല്ലങ്കോട്ട് എന്തൊക്കെ കാണാനുണ്ടെന്ന്. അപ്പം പോകാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക്. ഇപ്പോൾ ഇതാണ് നിങ്ങളെൻ്റെ ബാക്കിൽ കണ്ട കൊല്ലങ്കോട്ടെ കട, ചായക്കട. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട എന്നും പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു കടയുടെ ഫോട്ടോയൊക്കെ ഇവിടെ ഒരു പോസ്റ്ററാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പം ഈ ഒരു കട നിർമ്മിച്ചിരിക്കുന്നത് 47 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇത് കണ്ടോ, കംപ്ലീറ്റ്ലി ഓല കണ്ടാണ് ഈ ഒരു കടയുടെ മുകൾ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഈ കടയ്ക്കകത്തോട്ട് നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, പൊക്കം ഭയങ്കര ഹൈറ്റ് കുറവാണ്. നമ്മൾ തല കുനിച്ചിട്ട് വേണം കടയ്ക്കുള്ളിലേക്ക് കയറാൻ. ഇത് കണ്ടോ, തടി കൊണ്ടാണ് ഈ ഒരു സൈഡ് കണ്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഉൾവശം കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ മനോഹരമായിട്ടുള്ളൊരു കടയാണ്. ചായ, ലഘുഭക്ഷണങ്ങൾ അങ്ങനത്തെയാണ്. ഇതിൻ്റെ മണ്ടയെല്ലാം കണ്ടോ, മുള പോലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പനയോലയാണ് അടിയിലിട്ടിരിക്കുന്നത്, അതിൻ്റെ മണ്ടയിലാണ് തെങ്ങോല നിർമ്മിച്ച് ചെയ്തിരിക്കുന്നത്. ഈ കടയ്ക്കകത്ത് ചെല്ലഞ്ചേട്ടനും ഭാര്യയുടെയും പോയിട്ടുണ്ട്. ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് ആ പറഞ്ഞ ഇപ്പം നമ്മൾ കാണിച്ച ചേച്ചി, ഇവരുടെയാണ് ഈ ഒരു കട. പഴയ കാലത്തെ കടകളൊക്കെ കാണാനായിട്ട് ആഗ്രഹമുള്ളവർക്കെല്ലാം കാണാൻ. ഇതിനകത്ത് എണ്ണ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കയറി വന്നോളാൻ പറഞ്ഞു. ഇതെന്നെ ഉണ്ടാക്കുമോ? പരിപ്പട അല്ലേ? പരിപ്പട ഉണ്ടാക്കുമോ ഈ കടയ്ക്കുള്ളിൽ? ചെറിയ മുറികളാണ് കണ്ടോ, പഴയ കാലത്തെ ആയതുകൊണ്ട്. അരയ്ക്കുന്ന ആട്ടുകല്ലല്ലേ? 49 വർഷം പഴക്കമുണ്ടല്ലേ? അപ്പം ഇതാണ് ഈ കടയ്ക്കുള്ളിൽ. പഴയ കാലത്തെ അടുപ്പാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. പഴയ കാലത്തല്ലേ, അത്രയും വർഷങ്ങൾക്ക് പഴക്കമുള്ള അടുപ്പാണ് കണ്ടോ, ട്രഡീഷണൽ ആയിട്ടുള്ള. ഇതൊന്നും കാണാൻ പോലും ഇപ്പം ഇല്ല. അപ്പം ഇത് നമുക്ക് പുറത്തോട്ടിറങ്ങാം കേട്ടോ. പുറത്തോട്ട് പഴയ കാലത്തെ ബെഞ്ച്, ഡെസ്ക്, ചായക്കടകളിലെ സംഭവങ്ങളൊക്കെ. അപ്പം കൊല്ലങ്കോടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീർന്നിട്ടില്ല, ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുവാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം പോയി മനോഹരമായിട്ട് കാണാം. ആസ്വദിക്കാനായിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് കാണുന്ന റോഡിൻ്റെ സൈഡിൽ കാണുന്ന ഒരു വലിയ മലയാണ് കണ്ടോ. ഭയങ്കര വ്യൂ ആണ്. അപ്പം ഇപ്പോഴുള്ള ഉച്ച സമയമായിട്ട് അതിനകത്ത് മഞ്ഞിങ്ങനെ പൊഴിയുവാണ്. അവിടുന്ന് വെള്ളം ഒഴുകുന്നതൊക്കെ കണ്ട് ഈ കാഴ്ച കണ്ടാണ് നമ്മൾക്ക് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മനോഹരമായ കാഴ്ചകളാണ്. അവിടുന്ന് ഇവിടെ വരുമ്പോൾ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത് കേട്ടോ. പഴയ നെല്ലറയാണ് ഈ കാണുന്നത്. അത് വർഷങ്ങളോ പഴക്കമുള്ള നെല്ലറയാണ്. ഇപ്പം അത് നെല്ലറയായിട്ട് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ പഴയ ഒരു പശുത്തൊഴുത്താണ് കണ്ടോ. ഇത് ഇപ്പോൾ ഒരു ചെറിയ ഹോട്ടൽ സെറ്റപ്പിലേക്ക് ഇവർ മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിലാണ് നമുക്ക് കാണാനുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. പലപ്പോഴും വൈറലായ സംഭവങ്ങളാണ്. ഈ വരുന്ന കോഴികളെ കണ്ടോ, ഇത് പോരുകോഴികളാണ്. അല്ല, ഒരു കോഴി അല്ല, എല്ലാം ഇത് പോരുകോഴിയാണ് കണ്ടോ. അംഗത്തിന് ഉപയോഗിക്കുന്ന പോരുകോഴികളാണിത്. ഈ ഒരു സംഭവമാണ് ഭയങ്കരമായിട്ട് വൈറലായി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന കൊല്ലങ്കോട്ടെ ഗ്രാമത്തിൻ്റെ തനത് ഭംഗി. അപ്പുറത്ത് കാണുന്ന മാന്തോട്ടമാണ്. അങ്ങോട്ട് പോയാലും കാഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഭംഗി. ഇതാണ് ശരിക്കും ഈ കൊല്ലങ്കോടിൻ്റെ ഭംഗി. അതും ഈ ഒരു പഴയ നെല്ലറ. ഇതുമാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ടുള്ള സംഭവം. ഈ ഇവിടെ കണ്ടോ, തൊണ്ട്, തേങ്ങയുടെ തൊണ്ട്, അത് ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. മാവ് കൃഷിയുണ്ട് കണ്ടോ. ഇത് മാവുണ്ട്. അങ്ങോട്ട് വയ്ക്കുക, നല്ല ഭംഗി അവിടെയൊക്കെ കാണാം. ഇവിടെ ഒരു ഈവനിങ് സമയമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി ഇറങ്ങി അങ്ങോട്ട് പോകാം. ഇവിടെ മാവിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കണ്ടത്തിൻ്റെ വരമ്പിലൂടെയാണ് കേട്ടോ ഞാൻ നടക്കുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, രണ്ട് സൈഡിലും വെള്ളമാണ്. ഇതിനിടയിൽ കൂടെ കണ്ടോ വെള്ളം ഒഴുകുന്നത്. കണ്ട കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. അപ്പം ഈ വരമ്പിലൂടെ നമുക്ക് മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഇവിടെ എല്ലാം മാവ് കൃഷിയാണ് കേട്ടോ. അവിടെ അടിപൊളി വൈബ് കാഴ്ചകളുണ്ട്. തെങ്ങ് തോട്ടവും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, വന്യമൃഗങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മറ്റേ ഈ കറണ്ടിൻ്റെ കമ്പിയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ. നമുക്ക് മുകളിലോട്ട് കയറാൻ കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്ന മാവിൻ്റെ തോട്ടത്തിലാണ്.
എവിടെ നിന്ന് നോക്കിയാലും ദേ പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കൊല്ലങ്കോട്ട് കാണാനായിട്ടുള്ളൂ. എന്താ നല്ല രസമാണ് ഇതിനകത്തൂടെ നടക്കാം. ഈ മാവിൻ്റെ തോപ്പിലൂടെ നടക്കാനായിട്ട് നല്ല ഭംഗിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കണ്ടത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇങ്ങോട്ട് പോയാൽ ഇവിടെ മാന്തോപ്പാണ്. അപ്പം ഇതുവഴി ഇങ്ങോട്ട് നമുക്ക് കയറി മാന്തോപ്പിലൂടെ മേലോട്ട് പോകാം. അവിടെ വേറെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. ഇതിൻ്റെ എൻഡ് വന്നപ്പോൾ അടച്ചിട്ടിരിക്കും കേട്ടോ. അപ്പം കയറുന്നില്ല അങ്ങോട്ട്. നമുക്കിനി ഞാൻ തിരിച്ചു പോവുകയാണ്. നമ്മൾ മുമ്പ് ടേൺ ചെയ്ത ആ ഒരു സ്പോട്ട് വന്നിട്ടോ, ആ ഒരു സൈഡിലേക്ക് നമുക്ക് പോയാൽ കുറച്ചുകൂടെ ചിലപ്പോൾ ഭംഗിയായിട്ട് ഇതിൻ്റെ ഒരു വിഷ്വൽ കാണാനായിട്ട്. പല സിനിമയിലൊക്കെ വന്നിട്ടുള്ള ലൊക്കേഷനാണ് ഇത് കേട്ടോ. ഈ മലയൊക്കെ പല സിനിമകളിലും വന്നിട്ടുള്ളതാണ് ഈ സ്ഥലമൊക്കെ. പാലക്കാട് മിക്ക സിനിമാ ലൊക്കേഷനാണല്ലോ. ഇതിനകത്തൂടെ നടക്കാൻ നല്ല വൈബാണ് കേട്ടോ. നല്ല ഭംഗിയിൽ കാണാൻ. അവിടെ ഒരു കുളമുണ്ട്, കുളത്തിൽ നിറച്ച് താമരകൾ കിടപ്പുണ്ട്. ഓ പിന്നെ ഭംഗിയാ നോക്കി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ നല്ല അടിപൊളി വലിയൊരു മാവൊക്കെ നിൽക്കുന്നു. നല്ല രസം ഇത് കാണാൻ. ഇതിങ്ങനെ ഓരോ ഓപ്പൺ സ്പോട്ട് ആയതുകൊണ്ടേ ഞാൻ വന്ന് നിന്ന ആ നെല്ലറയാണ് കാണുന്നത്. നെല്ലറയാണ് കാണുന്നത്. അത് വീടാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു കുളം കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെയും തെങ്ങുണ്ടായിരുന്നു കണ്ടോ. ഇപ്പം വരമ്പിലിൻ്റെ സൈഡിലൊക്കെ തെങ്ങുകളുണ്ടായിരുന്നു. ആ തെങ്ങ് പോയിട്ട് മുറിച്ച് കളഞ്ഞാണ്. അപ്പം ഈ സൈഡിൽ കൂടി ഇത് മോട്ടറിൻ്റെ പമ്പാണ് കേട്ടോ. പമ്പ് ഹൗസാണ്. ഇതിലേക്ക് വെള്ളം അടിക്കാനുള്ള പമ്പ് ഹൗസാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കുളമാണ്. മീനുണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടോ താമര കിടക്കുന്നുണ്ടോ? താമരയോ ആമ്പലോ എന്തോ സംഭവമാണ്. അതാണ് ഈ കിടക്കുന്നത്. നമ്മൾ മുമ്പ് അവിടെ നിന്ന് കണ്ട പമ്പ് ഹൗസാണ് കണ്ടോ. വെള്ളം അടിക്കുന്ന സെറ്റപ്പുകളൊക്കെ കാണുന്നത്. ഇത് ഈ കൊല്ലങ്കോട് ഗ്രാമത്തിൻ്റെ ഉടമസ്ഥനാണ് കേട്ടോ. ചേട്ടൻ്റെ ആണ് ഈ നമ്മൾ നിൽക്കുന്ന ഈ കണ്ട സ്ഥലങ്ങളെല്ലാം ഈ ചേട്ടൻ്റെ ആണ്. ചേട്ടനെല്ലാം കാണിച്ചു തന്നെ കേട്ടോ. എല്ലാം പറഞ്ഞു തന്നു. ചേട്ടൻ പറഞ്ഞ അറിവുകളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. മുമ്പേ നമ്മൾ അവിടെ നിന്ന് കണ്ട ആ മലയാണ് കണ്ടോ. ആ മല കണ്ടോ ഇന്ന ഭംഗിയിലാണ്. ഏത് സീതാരകുണ്ട്. അതായത് മലയുടെ പേരല്ലേ സീതാരകുണ്ട് എന്നാണ് ഈ മലയുടെ പേര്. കണ്ടോ കണ്ടോ ഈ മലയുടെ ഭംഗിയുണ്ടോ. ഇങ്ങനെ നിരന്ന് കിടക്കുവാണ്. ഈ വരുന്ന വെള്ളം കണ്ടോ. ഇത് എവിടുന്ന് വരുന്ന വെള്ളം എന്ന് പറയും. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിച്ച വെള്ളം ഒഴുകുന്നുണ്ടോ. ആ മേളിലെ മല കണ്ടോ. ആ മലയിൽ നിന്ന് പലയപ്പാണ്ടി മല, ആ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ കണ്ടത്തിലെ കൃഷി മൊത്തം ചെയ്യുന്നത്. അതുവഴി ഒഴുകി വന്ന് ഇപ്പം ഞാൻ കൊണ്ടൊരു താമരക്കുളം കാണിച്ചില്ലേ, ആ താമരക്കുളത്തിലേക്ക്, അതുപോലെ 1-2 കുളങ്ങളുണ്ട്, ആ കുളങ്ങളിലേക്ക് വന്ന് വെള്ളം നിറയും. അവിടുന്ന് പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം പമ്പ് ചെയ്താണ് ഇവിടെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള വെള്ളമായിരിക്കും. കാരണം മലയിൽ നിന്നൊക്കെ വരുന്നില്ല. അപ്പം അങ്ങനത്തെ സംഭവമാണ് ഇവിടെ നടക്കുന്നുണ്ടോ. ഭയങ്കര രസമാണ്, ഭയങ്കര വൈവാണ് കണ്ടോ. എൻ്റെ ഫുൾ വ്യൂ ഒന്ന് കണ്ടു നോക്കിയേ നിങ്ങൾ. ഇതാണ് സംഭവം കണ്ടോ. കാണുന്ന നെല്ലറ കണ്ടോ. അപ്പം നെല്ലറ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഓണർ ചേട്ടനുണ്ടല്ലോ, ചേട്ടനോട് പറഞ്ഞു ഞാൻ തുറന്ന് ഇതെല്ലാം കാണിച്ചു തരാം, നെല്ലറ എങ്ങനെയാണെന്നും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണാം. ഈ നെല്ലറ ഇരിക്കുന്ന ഒരു പാറയുടെ മുകളിലാണ്. കംപ്ലീറ്റ്ലി പാറയുടെ മണ്ടയിലാണ് ഈ ഒരു നെല്ലറ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കാണാം. ഇതിനകത്ത് കയറി ഇതിനകത്ത് എന്താണ് സംഭവം, എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് കാണണ്ടേ. നമുക്ക് പോയി കാണാം. അപ്പം ഇത് തുറന്നു കേട്ടോ. തുറന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ പാറൊരു തടി കൊടുത്തിട്ടുണ്ടോ, കട്ട കെട്ടി പൊക്കിയിട്ട്. ഇത് വെള്ളമൊന്നും അകത്തോട്ട് കയറാതിരിക്കാനായിരിക്കും ഇതല്ലേ. ഇതാണ് ഇത് കണ്ടോ. ഇതാണ് നെല്ലറയുടെ അകം നമ്മൾ കാണുന്നത് കണ്ടോ. ഇത് അകം ഞാൻ പറഞ്ഞില്ല, അത് പാറയാണ്, കംപ്ലീറ്റ്ലി പാറയാണ്. നെല്ലാണ് ആ കിടക്കുന്നത്. ഇതിൻ്റെ ബാക്കിയെല്ലാം വിറ്റല്ലേ, പോയി വിത്തിന് പോയതല്ലേ. കണ്ടോ ഇത് കംപ്ലീറ്റ്ലി പാറയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ ഇത് മുറ, ആ ഇത് ചേർന്ന മുറ, എന്നുവെച്ചാൽ നമ്മള് ചേർന്നത് പാറ്റെടുക്കുന്നത്. അത് കോരുന്ന മുറ. ആ നെല്ലൊക്കെ കോരി എടുക്കുന്നത്. ഇത് നിറച്ച് തലയിൽ വെച്ച് ഉള്ളിൽ കൊണ്ട് കൊട്ടുന്ന മുറ. ഇത് തലയിൽ വെച്ചിട്ട് നിറച്ചിട്ട് ഉള്ളിൽ കൊണ്ട് കൊട്ടുന്ന മുറ. ഇത് അതൊക്കെയോ അത് മുറം തന്നെ. അത് സാധനം നോർമൽ മുറം തന്നെ.
മണ്ടായിരിക്കുന്നു ഏഹ് അതോ മുകളിലിരിക്കുന്നു? അത് പഴയകാലത്തെ പറ. ഇപ്പത്തെ അല്ല, എത്ര വർഷം പഴക്കമാണോ ആ പറയ്ക്ക്? അത് 120 കൊല്ലത്തെ പഴക്കം. 120 കൊല്ലത്തെ പഴക്കമുള്ള പറയാണ്. അത് എത്ര കിലോയുടെ അങ്ങനെ? 15 കിലോ വരും. 15 കിലോ വരെ അതിനകത്ത് അളക്കാം. ആൾക്കാർ അത്രയും വലിയ പറയാം അല്ലേ? ആ